ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് ഹോ ഓപ്പോനോപ്പോനോ എന്ന ഹീലിംഗ് ടൂളിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം. ഹോ ഓപ്പോനോപ്പോനോ എന്ന് പറയുന്നത് ഹവായിയൻ ഹീലിംഗ് ടൂളാണ്. ഈ ഹീലിംഗ് ടൂൾ ഉപയോഗിക്കുന്നതിലൂടെ നമ്മളുടെ നെഗറ്റീവ് പാറ്റേൺസിനെ, നെഗറ്റീവ് ഡിസിഷൻസിനെ, നമ്മുടെ പാസ്റ്റിലുള്ള എല്ലാ അപ്സെറ്റ്സിനെയും ഫൊർഗീവ് ചെയ്ത് റിലീസ് ചെയ്ത് നമ്മളുടെ ഒത്തൻറ്റിക് സെൽഫിൽ വന്നിട്ട് ഡയറക്റ്റ്ലി നമ്മൾ ഡിവൈൻ ലൈറ്റുമായിട്ട് കണക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അല്ലെങ്കിൽ കണക്റ്റ് ചെയ്യാനായിട്ടാണ് ഈ ഹീലിംഗ് ടൂൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഇതിലൂടെ നമുക്ക് കൂടുതൽ കാമായിട്ടിരിക്കാൻ പറ്റും, പീസ്ഫുള്ളായിട്ടിരിക്കാൻ പറ്റും. കാരണം ഇതൊരു സോൾ ലെവലിലുള്ള ഹീലിംഗ് ആണ് ഈ ടൂള് നമ്മൾക്കായിട്ട് ചെയ്തു തരുന്നത്. സത്യം പറഞ്ഞാൽ ഇതൊരു മിറക്കിൾ ഹീലിംഗ് എന്നും പറയാറുണ്ട്. എല്ലാവർക്കും അറിയാവുന്നതുപോലെ 4 സിമ്പിൾ സെൻറ്റൻസുകളാണ് ഈ ടൂളിൽ ഉപയോഗിക്കപ്പെടുന്നത്. അതായത് ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു ആൻഡ് ഐ ലവ് യു. ഇതിൽ ആദ്യത്തെ 2 സെൻറ്റൻസുകൾ ഐ ആം സോറി ആൻഡ് പ്ലീസ് ഫോർഗീവ് മീ, ഇത് രണ്ടും ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ തോട്ട് പാറ്റേണിനെ ക്ലെൻസ് ചെയ്യുന്നു, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ ക്ലെൻസ് ചെയ്യുന്നു. അതിലൂടെ നമ്മുടെ സോൾ ലെവലിലൊരു ക്ലെൻസിങ് നടക്കുകയാണ് ചെയ്യുന്നത്. അതായത് അതുവരെ നമ്മളുടെ ആക്ഷൻസിലൂടെ, നമ്മളുടെ തോട്ട് പാറ്റേണിലൂടെ, നമ്മുടെ ഇമോഷൻസിലൂടെ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്തെടുത്ത നമ്മളുടെ റിയാലിറ്റി അതെന്ത് തന്നെയാണെങ്കിലും അതിനെ ആക്സെപ്റ്റ് ചെയ്യുകയും അതിനെ ഫൊർഗീവ് ചെയ്യുകയാണ് നമ്മൾ ഈ 2 വാക്കുകളിലൂടെ, 2 സെൻറ്റൻസുകളിലൂടെ ചെയ്യുന്നത്. മൂന്നാമത്തെ സെൻറ്റൻസ് വന്നിട്ട് താങ്ക് യു. താങ്ക് യു എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡാണ്. നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ഒരു എനർജിയിലേക്ക് ഇവിടെ നമ്മൾ വരുന്നു. നാലാമത്തേത് ഐ ലവ് യു. ലവിൻ്റെ ഒരു ഫോം എന്ന് പറയുന്നത് യൂണിവേഴ്സിലെ ഹയസ്റ്റ് ഫ്രീക്വൻസിയാണ്. സോ ഇവിടെ നമ്മൾ സോറി പറയുന്നു, ഫൊർഗീവ് ചെയ്യുന്നു, താങ്ക് യു പറയുന്നു ആൻഡ് യൂണിവേഴ്സിൻ്റെ ഹയസ്റ്റ് ഫോമായ അൺകണ്ടീഷണൽ ലവിൻ്റെ ഫ്രീക്വൻസിയിലേക്ക് വരുന്നു. അപ്പോൾ ഈ ടൂൾ ഉപയോഗിച്ച് എങ്ങനെ ഹീൽ ചെയ്യാം, എന്തിനൊക്കെ ഹീൽ ചെയ്യാമെന്ന് പലരും ചോദിക്കാറുണ്ട്. ഇതൊരു സോൾ ലെവൽ ഹീലിംഗ് ആണ് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇതിനു മുമ്പ് പറഞ്ഞതുപോലെ ആദ്യം സെൽഫ് ഹീലിംഗ് ആയിട്ട് ഈ ടൂളിനെ ഉപയോഗിക്കാം, സെൽഫ് ഫൊർഗീവ്നെസ് ആയിട്ട് ഉപയോഗിക്കാം, സെൽഫ് ലവിനായിട്ട് ഉപയോഗിക്കാം, സെൽഫ് ഗ്രാറ്റിറ്റ്യൂഡിനായിട്ട് ഉപയോഗിക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ മണി ബ്ലോക്സ് ഉണ്ടെങ്കിൽ, റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, ട്വിൻ ഫ്ലെയിം കണക്ഷനിലുള്ള ഇഷ്യൂസ്, ഇതിനെയൊക്കെയും ഹീൽ ചെയ്യാനായിട്ടും നമുക്ക് ഈ ടൂളിനെ ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾക്ക് എന്തിനായിട്ടാണ് ഈ ടൂൾ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ മണി ബ്ലോക്കിനായിട്ടാണ് ബ്ലോക്കായി കിടക്കുന്നത്, അതൊന്ന് അൺബ്ലോക്കായിട്ട് എടുക്കാനാണെങ്കിൽ ആ ഇൻറ്റൻഷൻ സെറ്റ് ചെയ്യുക. ഇൻറ്റൻഷൻ സെറ്റ് ചെയ്തിട്ട് ഈ ടൂൾ ഒരു 21 ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുക. അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്? നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് ഈ സെൻറ്റൻസുകൾ നമ്മൾക്ക് ചൊല്ലാവുന്നതാണ്, പറയാവുന്നതാണ്. അതല്ല സമയമില്ലാത്തവർ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴും ഹെഡ്ഫോൺസിൻ്റെ ഹെൽപ്പോടെ ഇത് കേട്ടാൽ നമുക്ക് സബ് കോൺഷ്യസ് ലെവലിലുള്ള ഒരു ഹീലിംഗ് ആണ് ആ സമയത്ത് നമുക്ക് നടക്കുന്നത്. പിന്നെ പലർക്കും വരാവുന്ന ഒരു ഡൗട്ട് ട്വിൻ ഫ്ലെയിം യൂണിയന് വേണ്ടി ഈ ടൂൾ ഉപയോഗിക്കാമോ എന്നുള്ളതാണ്. യൂണിയൻ എന്ന് പറയുന്നത് എന്താണ്? ആദ്യം നമ്മളുമായിട്ടൊരു യൂണിയൻ അല്ലേ നടക്കണ്ടേ? അപ്പോൾ നമ്മളുമായിട്ടൊരു യൂണിയൻ നടക്കണമെങ്കിൽ നമ്മളുടെ ഉള്ളിലുള്ള പാറ്റേൺസ് ഒക്കെയും പോകണ്ടേ? അപ്പോൾ നമ്മളെപ്പോഴാണോ ക്ലെൻസ് ആവുന്നത്, നമ്മളെപ്പോഴാണോ യൂണിവേഴ്സിൻ്റെ ഹയസ്റ്റ് ഫ്രീക്വൻസി ആയ അൺകണ്ടീഷണൽ ലവിൽ വരുന്നത്, അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് യൂണിയൻ നടക്കും. ഈ വീഡിയോയുടെ കൂടെ തന്നെ ഞാനൊരു 10 മിനിറ്റ്സിൻ്റെ ഹോപ്പോനോപ്പോനോ മെഡിറ്റേഷൻ അപ്ലോഡ് ചെയ്യുകയാണ്. ഇത് നിങ്ങൾക്ക് ഏത് സമയത്തും കേൾക്കാവുന്നതാണ്. ആങ്സൈറ്റി ഇഷ്യൂസ് ഉള്ളപ്പോൾ കേൾക്കാവുന്നതാണ്. അതല്ല നൈറ്റ് ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ഹെഡ്ഫോൺസിലൂടെ ഇത് കേട്ടാൽ വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. ഏർലി മോർണിംഗ്
മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഉപയോഗിക്കാവുന്നതാണ്. അതല്ല ഏതൊരു സമയത്തും നിങ്ങൾക്ക് ആ ഒരു 10 മിനിറ്റ്സ് മാറ്റി വെച്ചിട്ട് ആ ഒരു മെഡിറ്റേഷൻ ഉപയോഗിക്കാവുന്നതാണ്. തന്നിരിക്കുന്ന ഇൻഫർമേഷൻ ഹെൽപ്ഫുൾ ആണെങ്കിൽ ചാനലിനെ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം ആൻഡ് സബ്സ്ക്രൈബും ചെയ്യാവുന്നതാണ്. ട്വിൻ ഫ്ലെയിം ജേർണി റിലേറ്റഡ് കൗൺസിലിംഗ് സെഷൻസിനായിട്ട്, ഹീലിംഗ് സെഷൻസിനായിട്ട്, റേക്കി ഹീലിംഗ് സെഷൻസിനായിട്ട് എന്നെ വാട്സപ്പ് നമ്പറിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. അതല്ലാതെ ട്വിൻ ഫ്ലെയിം ജേർണി റിലേറ്റഡ് എന്തെങ്കിലും ഡൗട്ട്സ് ഉള്ളവർ വാട്സപ്പ് നമ്പറിലേക്ക് വോയിസ് മെസ്സേജ് ആയിട്ട് ഡൗട്ട്സ് അയക്കാവുന്നതാണ്. Thank you so much and stay blessed.